മഴക്കാലമൊക്കെ അല്ലേ വിശപ്പ് കൂടും. ചില സമയത്ത് വിശക്കുമ്പോഴേ സ്വീറ്റ് കഴിക്കാനാ തോന്നുക. അങ്ങനെ സ്വീറ്റ് കഴിക്കുമ്പോൾ എന്തെങ്കിലും സ്വീറ്റ് കഴിച്ചാൽ മതിയോ? നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സ്വീറ്റ് ആയാലോ? നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെ വെച്ചിട്ട് വെറും 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സ്വീറ്റ് റെഡിയാക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഹായ്, അമല സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമൊക്കെ അല്ലേ, വിശപ്പ് കൂടും. ചില സമയത്ത് വിശക്കുമ്പോഴേ സ്വീറ്റ് കഴിക്കാനും തോന്നുക. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട, ദേ പോകുന്നുള്ളൂ കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്ത് എടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ നെയ്യുള്ളത് ആ നെയ്യ് എടുക്കുക. ദേ കുറച്ച് നെയ്യിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആകുമ്പോഴേ നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് ഉണ്ടല്ലോ, ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതിനിടയിൽ നമുക്ക് ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങയുടെ ഒപ്പം വറുത്തെടുക്കാം കേട്ടോ. നല്ല മഴയൊക്കെ അല്ലേ, നമുക്ക് എപ്പോഴും വിശക്കും അല്ലേ. അപ്പോൾ വിശക്കുമ്പോൾ നമുക്ക് സ്വീറ്റ് കഴിക്കാനാ തോന്നുക അല്ലേ. അപ്പോൾ ആ സ്വീറ്റ് ഉണ്ടാക്കുന്നത് നല്ല പ്രോട്ടീനും കൂടി ഉള്ളതാണെങ്കിലോ, നമ്മുടെ ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്ക ഞാൻ ദേ ശർക്കര ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. നല്ല തേൻ വരിക്ക ചക്കയാണ്. അപ്പോൾ ഒരച്ച് ശർക്കര ഇട്ടിട്ടാണ് ഞാൻ അത് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ മധുരം ചേർക്കേണ്ടതില്ല, ഓൾറെഡി മധുരം ചേർത്ത് വെച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ വേവിച്ചെടുത്തതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം, അതായത് ശർക്കര പാനിയോ ശർക്കര ഉടച്ച് ചേർക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ ദേ ആ ചക്കയും കുറച്ച് ആ ശർക്കരയുടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ശർക്കര നേരിൽ ആ ചക്ക നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. അപ്പം ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വരട്ടി വെച്ചാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാറ്റി വെച്ചത്. അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്, നല്ല രസമാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും ഇച്ചിരി വിശപ്പ് കൂടും അല്ലേ. അപ്പോൾ ഈ മഴയത്തൊക്കെ മഴയും ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് എത്ര വിഭവം വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിൽ സ്നാക്സ് ഉണ്ടെങ്കിലും നമുക്കൊരു മധുരം കഴിക്കാനാണ് തോന്നുക അല്ലേ. അപ്പോൾ ആ സമയത്തെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ദേ ഈ ഒരു അളവിൽ നമ്മളുടെ ആ നീര് വറ്റിച്ചെടുക്കുക, ശർക്കരപ്പാനി വറ്റിച്ചെടുക്കുക. ഒരുപാട് ടൈറ്റ് ആവരുത്, ഇതുപോലെ ആവണം കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ കിട്ടില്ല. അപ്പോൾ ചക്ക വീട്ടിലുണ്ടെങ്കിലേ കേടുവരുത്തി കളയണ്ട, വരട്ടി നേരം കളയുകയും വേണ്ട. വളരെ സിമ്പിളായിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കി കൂടെ. വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് തിരക്കായി, നല്ലോണം വിശക്കുന്നുണ്ട്. തിരക്ക് കൂടിയ കാരണം ഞാൻ വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഈ മഴ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് വിശപ്പ് വരും. എന്തൊക്കെ കഴിച്ചാലും വീണ്ടും വീണ്ടും വിശക്കാൻ തുടങ്ങും അല്ലേ. ചക്കക്കുരൊക്കെ ചുട്ട് തിന്നാതിരിക്കും അല്ലേ ഈ മഴയത്തൊക്കെ. അപ്പോൾ അതേ നല്ല മഴയാണ് കേട്ടോ, നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ ഈ മഴയത്തൊക്കെ കട്ടൻ ചായയും വെച്ചിട്ട് ഇതേപോലെ ഒരു സ്വീറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചൊക്കെ കിടുമായിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിലാണ് നമ്മൾ ഒരു പപ്പടം കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഞാൻ ഒരു കഷ്ണം പപ്പടം പൊട്ടിച്ചിട്ട് ഞാൻ പകുതി പൊട്ടിച്ചിട്ടാണ് എപ്പോഴും വറക്കാറ്. അപ്പം ഞാൻ എനിക്ക് മാത്രമുള്ള ചക്ക എടുത്തുകൊണ്ട് പകുതി പപ്പടം പൊട്ടിച്ചിട്ടിട്ട് ടേസ്റ്റ് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഒരു കഷ്ണം കൂടി വേണം, അതായത് ഒരു പപ്പടം ഫുള്ളായിട്ട് വേണം. അപ്പോൾ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൽ ഇതേപോലെ തന്നെ ഒന്നും കൂടെ പൊടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം. നമ്മൾ പഴത്തിലൊക്കെ പപ്പടം പൊടിച്ചിട്ട് കഴിക്കില്ലേ, അതായത് നമ്മൾ പഴവും ശർക്കരയും കൂടെ വിളയിച്ചിട്ട് അതിൽ പപ്പടം പൊടിച്ചിട്ട് കഴിക്കില്ലേ, അതേപോലെ തന്നെ ഇത് അതിനാട്ടിയും ടേസ്റ്റാണ് കേട്ടോ. ചക്കയല്ലേ, അപ്പോൾ ചക്ക പായസം കഴിക്കുന്നത് പോലെ തന്നെയുണ്ട്. ചക്ക പായസം ഉണ്ടാക്കിയിട്ട് അതിൽ പപ്പടം പൊട്ടിച്ചിട്ട് കഴിക്കുന്ന അതേ ഫീല്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡെക്കറേഷനും ടേസ്റ്റും കൂട്ടണമെങ്കിൽ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇടാം കേട്ടോ. കുറച്ചും കൂടെ ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. ഇത് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയ ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, മതി ധാരാളം. ഇന്നത്തെ കാര്യം കുശാലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഉണ്ടല്ലോ, ഏലക്കായ പൊടിച്ചിരുന്ന വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായതാണ്. അപ്പോൾ നിങ്ങൾ ഏലക്കായ ഇട്ടോളൂ, അതും കൂടെ ഇടുമ്പോഴാണ് പായസത്തിൻ്റെ അതേ ടച്ച് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വിശക്കുമ്പോഴേ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ വെറും 2 മിനിറ്റ് കൊണ്ട് ചക്ക പായസമെന്നോ ചക്ക സ്വീറ്റെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അത്രയും ടേസ്റ്റാണ് ഇതിന്, എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും. അപ്പം നേരം കളയേണ്ട, എല്ലാവരും ഉണ്ടാക്കാൻ റെഡിയല്ലേ. താങ്ക്